ഇന്ന് പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ചയൊക്കെ നിങ്ങൾ കേറ്ററിംഗിന് പോണതല്ലേ? ഒരു 10 മണിയാകുമ്പോ പോവും. അതുവരെ ഇവന്മാർ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ കാര്യം വേറെയാ. ശരി ശരി. ചേച്ചി, നമുക്കിന്ന് മാറ്റിനി കാണാൻ പോണ്ടേ? പോവാടി. ഇത് നീ നേരത്തെ വന്ന് പറഞ്ഞല്ലേ പെണ്ണെ? പിന്നെന്താ? അതെ, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നല്ല തിരക്കായിരിക്കും കേട്ടോ ചേച്ചി. നമുക്ക് നേരത്തെ പോണേ. ആയിക്കോട്ടെ. പങ്കാളി ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ക്യൂ ആണ്. ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ടിക്കറ്റ് ഞാൻ അടുത്ത് തന്നാല. നീയാ ഒരു വികലാംഗന്റെ പവർ എന്താന്ന് വേണമെങ്കിൽ നീ കണ്ടോ. ടിക്കറ്റ് എന്ത്? കാലിന് സുഖമില്ലാത്ത 3 ടിക്കറ്റ്. കാലിന് സുഖമില്ലാത്തവനൊക്കെ എന്തിനാണ്? എന്ത് പറ്റിയടാക്കു? ടിക്കറ്റ് കിട്ടിയില്ലേ? താങ്ക്സ് ഡാ. 2 ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി നീ ബ്ലാക്കിന് വിറ്റോട്ടാ. അടിച്ചടാ. ടിക്കറ്റ് ഞാൻ എടുക്കാം. ഞാൻ അവളെ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുപ്പിക്കും. ഈ അമറേട്ടൻ പറഞ്ഞാൽ ജനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാശ് തടപ്പട്ടി. സത്യത്തില് ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ചിരി കണ്ടിട്ട് അവള് വീണെന്നാ തോന്നണത്. ഒന്ന് പൊക്കടാ പറഞ്ഞു. പിന്നെ ജനി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ സ്വാധീനം ഉപയോഗിക്കുന്ന ശരി. ദേ പോലീസ് വന്നു. ഇപ്പൊ കിട്ടും കീറ്. ഇതെന്റെ വൈഫ്. സമയം വേണ്ട വേണ്ട എൻ്റെ ഉണ്ട് 4:30. സമയം 4:30 ആയിരുന്നു. ചേട്ടാ, അതെ, ഒന്ന് കുനിഞ്ഞിരിക്കും. ഏത്? ഈ പടം തീരണവരെ 2.5 മണിക്കൂർ കുനിഞ്ഞിരിക്കാനാ? വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കാണാ ഊളെ. എടാ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചു? മോന്തെങ്കിൽ മോന്ത അത് ശ്രദ്ധിച്ചാ? എന്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോ അവക്കൊരു നാണം വന്ന കണ്ട. ശരിയാണ്, അവള് നാണം കിട്ടും. അല്ലേലും നിന്റെ വൈഫാണെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിന്റെ തൊലി ഉരിഞ്ഞു പോലടാ. എന്നാ ഞാനൊരു സത്യം പറയാം. വേണ്ട, നീ പറ. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ ജനിയുടെ സത്യം? ചിലപ്പോ സത്യമായിരിക്കൂടാ. ഒരു തന്നെ മോന്താരം അടിച്ചു പൊളിക്കുന്ന സൗണ്ട് കേട്ടാ. അപ്പൊ ശരി. അല്ല, പിടിച്ചു എന്ന് വെച്ചാ പിടിച്ചേനെ. ഞാൻ പിടിച്ചു വെച്ചു. നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ട് സൂപ്പറാണ്. ലോ ക്ലാസ്സിനും ഓക്കെ.
ഇനി അമ്മച്ചിയുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എന്തു പറയൂ എന്റെ അമ്മച്ചിയെ. അമ്മച്ചിയെ അയ്യോ അമ്മച്ചി. അമ്മച്ചി ഇതേ ശരി വന്നേക്കണ്. അവളോട് ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചൊന്ന് കളർഫുള്ളാക്കാൻ പറ എന്റെ അമ്മച്ചിയെ. അയ്യോ അമ്മേ ജനി പോയമ്മേ. അടിച്ച വാ. അമ്മച്ചി ആംബുലൻസ് അല്ലടാ, ആ അലറിട്ട് പോയ ഒരു പോലീസ് തീർന്നോ? അതൊക്കെ ഞാൻ ആദ്യം ഊറ്റി. പിന്നെ ഒരു ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ തികയാനാണ്? നീ ഇന്ന് റേച്ചനോട് പറ, അങ്ങോട്ട് ആവശ്യമല്ലേ? ഒന്ന് പറടാ. ചെല്ലു. സമാധാനമായല്ലോ. ആരെങ്കിലും വരും, കൊടുക്കാനും സാധനമില്ല അല്ലേ? അമ്മച്ചിയേ അയ്യോ. ചേട്ടാ സാധനം തീർന്നു, മേടിക്കണ്ടേ? അയ്യോ അമ്മച്ചി. ഏതാ ബ്രാൻഡ്? എമ്മച്ചി 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 അമ്മച്ചിയേ. ദളപതി, അത് ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ വെച്ച് ചോദിക്കാൻ പാടുണ്ടെന്ന് അറിയില്ല. എന്നാലും എന്താടാ മറ്റേ 2 വരിയതാടാ. നീ അത് വിട്ടില്ലേ? അമ്മച്ചിനെ കൊണ്ടുപോകല്ലേ? അമ്മച്ചിക്ക് ഇനി സെൽഫി എടുക്കാൻ പറ്റില്ലല്ലോ. അവസാനമായിട്ട് ഞാൻ എന്റെ അമ്മച്ചിയുടെ ഫോണിലൊരു സെൽഫി എടുത്തോട്ടെ. എന്റെ അമ്മച്ചി എടാക്കു എഴുന്നേറ്റോ ഒന്ന്. ഇതൊന്നും ലിഫ്റ്റ് കയറ്റാൻ പറ്റില്ല. മാറ്റങ്ങോട്ട് കാല്. എടാ ദളപതി എടാ കുപ്പിയുടെ ബാലൻസ് അവിടെ വെച്ചേക്കണത് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങടാ. എടാ ഒന്ന് എണീറ്റടാ. എടാ ഒന്ന് എഴുന്നേക്കാൻ. മരിച്ച വീട്ടിൽ വന്ന് കിടന്ന് ഒരുമാതിരി പോക്കരുതെല്ലാം കാണിക്കരുതട്ടാ. നിന്റെയൊക്കെ വീട്ടിലും ആരെങ്കിലും ചാവുമല്ല. ശരിയാക്കി തരാട്ടാ. ഒറ്റ കുപ്പിക്കാൻ കാശല്ലേ. എന്റെ മരിച്ചുപോയി അമ്മച്ചാണ് സത്യം. അതിന്റെ പുറകെ നടന്നിട്ട് ഇതുവരെ ആർക്കും മര്യാദ കാശിട്ട് ചരിത്രം. പിന്നെ എന്താ അതിനൊരു കളർ വ്യത്യാസം? മൂപ്പര് ഓർലിക്സേ കഴിക്കും അല്ലേക്കാ? ഹോർലിക്സ് കുടിക്കേണ്ട ഒരു പ്രായം കണ്ടില്ലേ? അവന്മാര് എന്തൊരു കുടിയാണ് കുടിക്കണത്? സങ്കടം കൊണ്ടല്ലേടി? സങ്കടം. അവൻ രാവിലെ എണീറ്റ് ടൂറിന്റെ ടിക്കറ്റ് എടുക്കാൻ ഫൈസൽ അടുത്ത് പോകുന്നു പറഞ്ഞതാ. എണീക്കോ ആവോ? അതൊക്കെ അവൻ എഴുന്നേറ്റോളും. ടൂറിന്റെ കാര്യല്ലേ. അവന്മാർ ഈ പട്ടായ എന്ന് പറയണ്ടല്ലോ. അവിടെ ഇതിന് മാത്രം എന്താ ഉള്ളേ? അവിടെ കുറെ ബുദ്ധപ്രതിമകളുണ്ട്. അവരവിടെ തൊഴാൻ പോകുന്നതായിരിക്കും. ഓ എന്റെ ബുദ്ധദേവാ. നല്ല മണം. ഈ കാനയുടെ പണി ഇതുവരെ തീർന്നില്ലേ? അത് അവര് ചെയ്ത് തീർത്തോളും. നിങ്ങൾ അങ്ങോട്ട് മിണ്ടാണ്ട് നടക്കും. ഓ